നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ പരീക്ഷ, ഇന്റർവ്യൂ മുതലായവയിലെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ തക്കവണ്ണം ആത്മവിശ്വാസം മിക്ക വിദ്യാർത്ഥികൾക്കും വർദ്ധിക്കുവാനിടയുണ്ട്. എന്നാൽ അമിതമായിട്ട് പഠിച്ചു എന്നുള്ള തോന്നലൊക്കെ ഒഴിവാക്കി കുറച്ചുകൂടി പഠിക്കാനുള്ളൊരു അവസരത്തെ സ്വീകരിക്കുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. വിദേശ ബന്ധമുള്ള വ്യാപാര, വിപണന, വിതരണ മേഖലയുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനിട വരുമെങ്കിൽ പോലും സുതാര്യത കുറവുള്ളതുകൊണ്ടും സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ ശ്രദ്ധ അല്ലെങ്കിൽ അതിലൊരു സുതാര്യത കുറവുള്ളത് കൊണ്ടും തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ളൊരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. 2025 ജൂൺ മാസം മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ അവസരമുണ്ടാകും. എന്നാൽ ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അത്ര ഉചിതമല്ലാത്തതാണ്. കഴിഞ്ഞ 7-8 മാസമായിട്ട് തൊഴിൽ മേഖലകളിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും ചുമതലകളും അധികാരപരിധിയും വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ അതിനനുസൃതമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ജോലി രാജിവെച്ചാലോ എന്ന് പലപ്പോഴും തോന്നുമെങ്കിൽ പോലും വിദഗ്ധരുടെ നിർദ്ദേശത്താൽ ജോലി ഉപേക്ഷിക്കാതെ തന്നെ മറ്റ് ജോലികളൊക്കെ അപേക്ഷിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിനു വേണ്ടി പ്രയത്നിക്കാനും അവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. പലപ്പോഴും നേതൃത്വ സ്ഥാനം ഒഴിഞ്ഞ് സ്വതന്ത്രമായി പ്രവർത്തിച്ചാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും ഉടമസ്ഥരിൽ നിന്നും കൃത്യമായിട്ടുള്ള സഹകരണം വന്ന് ലഭിക്കുന്നത് വഴി തൽക്കാലത്തേക്ക് തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. വിലപ്പെട്ട നിർദ്ദേശം സ്വീകരിച്ച് കർമ്മമണ്ഡലങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് ചേരുവാനുള്ള അവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ജന്മനാട്ടിലെ ആരാധനാലയ ദർശനം നടത്തുവാനും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും സാധ്യതയുണ്ട്. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും എന്നാൽ നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വന്നു ചേരുവാനും സാധ്യതയുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടവരും. നഷ്ടപ്പെട്ട രേഖകൾ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പലപ്പോഴും ബന്ധുമിത്രാദികളുടെ അർത്ഥശൂന്യമായിട്ടുള്ള ആശയങ്ങൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുവാൻ അവസരം വന്നു ചേരും. നിബന്ധനകൾക്ക് വിധേയമായിട്ട് ഉദ്യോഗത്തിലെ അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. കർമ്മമണ്ഡലങ്ങളിൽ ആധുനിക സംവിധാനം അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും അവലംബിക്കും. എന്നാൽ അതിനൊരു പ്രാവർത്തിക തലം അല്ലെങ്കിൽ പ്രായോഗിക വശം ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം ഭാവിയിലേക്ക് പരാജയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അനുഭവജ്ഞാനങ്ങളും നേടുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. മേലധികാരികളുടെ ആജ്ഞകൾ അർദ്ധമനസ്സോടുകൂടി സ്വീകരിക്കാൻ അവസരം വന്നു ചേരും. പൊതുപ്രവർത്തനങ്ങൾക്ക് സജീവമായിട്ടുള്ള സാന്നിധ്യം വേണ്ടി വരുവാനിടയുണ്ട്. ഹ്രസ്വകാല കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് അല്ലെങ്കിൽ ഹ്രസ്വകാല കൃഷി രീതികൾക്ക് അനുസരിച്ച് വിളവെടുപ്പിനനുസരിച്ചുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. പരമപ്രധാനമായുള്ള കാര്യങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും സുദീർഘമായുള്ള ചർച്ചകളായതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ആധുനിക ശാസ്ത്രവും പൗരാണിക സമ്പ്രദായവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് യോഗയും പ്രാണായാമവും സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനായിട്ട്
യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ യോഗം കാണുന്നുണ്ട്. നിയമവിരുദ്ധമായുള്ള കർമ്മമണ്ഡലങ്ങളിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിക്കുവാനുള്ള ഒരു ആത്മപ്രചോദനം അല്ലെങ്കിൽ അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കും. വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പല വിദ്യാർത്ഥികൾക്കും ഫെബ്രുവരി മാസത്തിൽ പഠിപ്പൊക്കെ കഴിയുമെങ്കിൽ പോലും തൃപ്തികരമല്ലാത്ത ജോലി ആയതുകൊണ്ട് ലഭിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മറ്റൊരു രാജ്യത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ മാതാപിതാക്കളുടെ ആവശ്യം പരിഗണിക്കുകയും എന്നാൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളെല്ലാം തന്നെ ഫലപ്രദമായിട്ട് രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കും. ഒരുപക്ഷെ മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് വിഹക വീക്ഷണം നടത്തേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുന്നത് വഴി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനെ പറ്റി പുനരാലോചിക്കും. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ സാധ്യതയുണ്ട്. ദേവാലയത്തിലെ വിശേഷപ്പെട്ട ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും സാധ്യത കാണുന്നു. നിയുക്ത പദവിയിൽ നിന്നും ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നുണ്ട് എന്ന സൂചനകൾ ലഭിക്കുന്നതിനാൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും 1-2 ദിവസം ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സമൂഹത്തിൽ ഉന്നതരെ പരിചയപ്പെടുന്നത് വഴി അവർ നടത്തി വരുന്ന കർമ്മമണ്ഡലങ്ങളുടെ ഒരു രൂപഭാവങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഏകദേശം അതിൻ്റെ പോലെ തന്നെ പ്രവർത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും വന്നു ചേരുമെങ്കിൽ പോലും സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. ബന്ധുമിത്രാദികളുടെ അസുഖാവസ്ഥകൾക്ക് സാമ്പത്തികമായുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിലേക്ക്, അതായത് നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനും പ്രാരംഭപരമായിട്ടുള്ള ഫീസ് അടയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതികൾക്ക് അപേക്ഷ നൽകുവാൻ സാധ്യത കാണുന്നു. വിൽപ്പന ഉദ്ദേശത്തോടുകൂടി സമീപത്തുള്ള ഭൂമി ഏറെക്കുറെ തൃപ്തികരമായുള്ള വിലയ്ക്ക് വാങ്ങുവാനായിട്ട് പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാൻ ഇടവരും. വിവിധങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് അനുഭവജ്ഞാനമുള്ള മേഖല മാത്രം ഏറ്റെടുത്തും കൊണ്ട് മറ്റ് മേഖലകൾ അതിനോട് ബന്ധപ്പെട്ടത് അവരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിർത്തിവെച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നു. ഗഹനമായുള്ള വിഷയങ്ങളായതുകൊണ്ട് അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു പദ്ധതി രൂപീകരിക്കാൻ അവസരങ്ങൾ വന്നു ചേരും. ശ്രമകരമായുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ നിന്നും പിന്മാറി വ്യാപാര മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. കാലാഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. ആരോഗ്യം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനുമായിട്ടും പ്രതിരോധ നടപടി എന്നുള്ള നിലയിൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാനും ഭക്ഷണ ക്രമീകരണങ്ങൾക്കും സ്വയമേവ തയ്യാറാകുവാനിടയുണ്ട്. ശുഭകർമ്മങ്ങൾക്ക്
നേതൃത്വം നൽകാൻ അവസരം വന്നു ചേരും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. വിനയം, ക്ഷമ, ആദരവ് തുടങ്ങിയവ പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങളെ അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാനിടയുണ്ട്. പകർച്ചവ്യാധി പിടിപെടുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ചില ദിക്കിലുണ്ടാക്കിയ യാത്രകളെല്ലാം മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ ഏറ്റെടുത്ത ദൗത്യം ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ ഫലപ്രാപ്തി വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം, ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായിട്ടുള്ള സാഹചര്യങ്ങളും അതിനെല്ലാം ഉപരിയായിട്ട് കുടുംബാംഗങ്ങളുടെ ഈശ്വര പ്രാർത്ഥനകളും മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് എല്ലാം ഏറെക്കുറെ ശുഭപരിസമാപ്തിയിലെത്തിക്കാൻ സാധിക്കും. എന്നാൽ എല്ലാ കാര്യങ്ങളിലും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ പ്രവർത്തിക്കേണ്ടതാണ് എന്നുകൂടിയാണ് പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളായി പറയുന്നത്. നമസ്കാരം.